ഇത് നമ്മളുടെ ടേർട്ടിൽ വാക്സിൻ്റെ ഐ സീലൻഷൻ എന്ന് പറയുന്ന സീലൻ്റ് ആണ്, സ്പ്രേ സീലൻ്റ്. ഇവിടെ ഒരു അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റാണ് നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തതിൻ്റെ പ്രൈസ് തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റിന് 899 ആണ് MRP വരുന്നത്. അതേസമയം ഈ പ്രൊഡക്റ്റിന് ഏകദേശം 2499 ആണ് MRP വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് രണ്ടും തമ്മിലുള്ള ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻസ് നമ്മളുടെ ഡ്യൂറബിലിറ്റിയിലായാലും അതിൻ്റെ ഗ്ലോസിലായാലും അതുപോലെ തന്നെ സ്ലിക്നെസ്സിലായാലും എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഓൾറെഡി ഇത് നമ്മളുടെ ബെൻസ് CLA 200 ആണ്. അപ്പോൾ ഈ വണ്ടി ഓൾറെഡി നമ്മൾ 2 സ്റ്റേജ് പോളിഷിങ് അതിന് മുമ്പ് തന്നെ ഡീകണ്ടാമിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമ്മളിത് PPS പാനൽ പ്രിപ്പറേഷൻ സ്പ്രേ ആണ്. ഇതടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ച് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സും മറ്റേ സൈഡിൽ ടേർട്ടിൽ വാക്സിൻ്റെ ഐ സീൽ ആൻഡ് ഷൈനും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് കോച്ച് കെമിയുടെ PPS അതായത് പാനൽ പ്രിപ്പറേഷൻ സ്പ്രേ ആണ്. നമ്മൾ ഏതൊരു കോട്ടിങ് ചെയ്യുന്ന സമയത്തും ഒന്നെങ്കിൽ IP അല്ലെങ്കിൽ ഇതേപോലുള്ള ഡെഡിക്കേറ്റഡ് പാനൽ പ്രിപ്പറേഷൻ സ്പ്രേ അടിച്ച് നമ്മളുടെ പാനൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മളുടെ പെയിൻറ്റ് പോളിഷിങ് ചെയ്യുന്ന സമയത്ത് ആ പോളിഷിനകത്തുള്ള ഒരുപാട് പോളിഷിങ് ഓയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ കറക്റ്റ് നമ്മളുടെ ക്ലിയർ കോട്ടിൻ്റെ മുകളിൽ നമ്മളുടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം വെച്ചാൽ അതിന് മുകളിൽ കണ്ടാമിനൻസ് അതുപോലെ ബാക്കി ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബോണ്ടിങ് നമ്മുടെ ക്ലിയർ കോട്ടും നമ്മുടെ ഈ പ്രൊഡക്റ്റുമായിട്ടുള്ള ബോണ്ടിങ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഡ്യൂറബിലിറ്റി കുറയും. നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തായാലും ആ ഒരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പാനൽ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്യൂറബിലിറ്റീനെ വളരെ അധികം എഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ ഒരു ഏതൊരു പ്രൊഡക്റ്റ് ഏതൊരു സ്പ്രേ സീലൻ്റോ വാക്സോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെപ്പോഴും ഇതേപോലെയുള്ള ഒന്നെങ്കിൽ ഒരു IPA വെച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പാനൽ പ്രിപ്പറേഷൻ സ്പ്രേ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഇവിടെ ബോണറ്റ് ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് 50-50 ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ടേർട്ടിൽ വാക്സിൻ്റെ ഐ സീൽ ആൻഡ് ഷൈനും ഈ ഒരു സൈഡിൽ നമ്മൾ ടേർട്ടിൽ വാക്സിൻ്റെ ഫ്ലെക്സ് വാക്സുമാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഐ സീൽ ആൻഡ് ഷൈൻ നമുക്ക് സ്പ്രേ ചെയ്യാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 3-4 സ്പ്രേ മാത്രം മതി ഒരു സൈഡിലേക്ക്. ഓവറായിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓവറായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്ട്രീക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ട്രീക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കറക്റ്റ് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല ഔട്ട്പുട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് മാത്രമല്ല നമുക്ക് വെറുതെ പ്രൊഡക്റ്റ് നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓവറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. മാക്സിമം 2-3 മാക്സിമം പോയി കഴിഞ്ഞാൽ 4 വരെയുള്ള ഒരു സ്പ്രേ മതി ഒരു പാനലിലേക്ക്. അതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ അടിച്ചതുകൊണ്ട് യാതൊരു ഗുണം കിട്ടാനില്ല, ദോഷം മാത്രമേ ഉള്ളൂ. സ്പ്രേ അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തെടുക്കുക. വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ വേണമെങ്കിൽ വേറെ മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ സെയിം മൈക്രോഫൈബർ ക്ലോത്ത് തന്നെ തിരിച്ചിട്ടതിന് ശേഷം തുടച്ചെടുത്താലും മതി. ഒരു 2-3 വട്ടമെങ്കിലും വൈപ്പ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ചില ഭാഗത്ത് കുറച്ച് കൂടി നിൽക്കാനും ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് വൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ലെവലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പല രീതിയിൽ ലെഫ്റ്റും റൈറ്റും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പല തവണയായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ സീൽ ആൻഡ് ഷൈൻ മറ്റേ ഭാഗത്ത് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സ് നമ്മൾ ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പാനലിൻ്റെ മുകളിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 സ്പ്രേ അടിക്കുക. അതിനുശേഷം നമ്മളുടെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഈവണായിട്ട് അപ്ലൈ ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. അതുതന്നെയാണ് 2 സൈഡിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. വൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ സീൽ ആൻഡ് ഷൈനിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ലിക്നെസ് വളരെയധികം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട് ക്ലോത്ത്. നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 24 hours ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് 24 hours കഴിഞ്ഞു. നമുക്കിവിടെ വാട്ടർ ബീഡിങ് ടെസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ ബീഡിങ് ടെസ്റ്റ് നമുക്കറിയാം എത്രത്തോളം ടൈറ്റായിട്ടുള്ള ബീഡ്സാണ് നമ്മളുടെ ഈ വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അത് ബീഡ്സായിട്ട് എത്രത്തോളം ടൈറ്റായിട്ടുള്ള ബീഡ്സ് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഐ സീൽ ആൻഡ് ഷൈൻ ആയിരുന്നു ഈ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റേ സൈഡിൽ നമ്മൾ ഫ്ലെക്സ് വാക്സുമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്.
നമ്മൾ നേരിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് നമുക്കൊന്ന് ഞാൻ ഈ വെള്ളം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ക്ലോസ് ചെയ്ത് നോക്കിയിട്ട് കാണിച്ചു തരാം. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് പറയത്തക്കതായിട്ടുള്ള വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, എന്തായാലും നല്ല ക്ലീൻ ടൈറ്റ് ബീഡ്സ് തന്നെയാണ് നമുക്ക് രണ്ട് സൈഡിലും കിട്ടിയിട്ടുള്ളത്. വാട്ടർ ബീഡിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ട് പ്രൊഡക്റ്റും ടൈ ആണെന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് നല്ലൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് എടുത്ത് പറയത്തക്കതായിട്ട് കാണുന്നില്ല. പക്ഷേ രണ്ട് ഭാഗവും കണ്ടില്ലേ, ആ ടൈറ്റ് ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മഴയത്ത് കൊണ്ടിടണം. അപ്പോഴേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും വെള്ളത്തുള്ളികളൊക്കെ ഇതിൻ്റെ മുകളിൽ മഴ പെയ്തിങ്ങനെ വീഴുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്തായാലും നമുക്ക് അടുത്ത വാട്ടർ ഷീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വാട്ടർ ഷീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈസി ആയിട്ട് വെള്ളം ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് വാട്ടർ ഷീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഐ സീൽ ആൻഡ് ഷൈൻ എന്നുള്ള സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വാട്ടർ ഷീറ്റിംഗ് നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് അതിന് മുകളിൽ വലിയ രീതിയിൽ പിടിക്കാതെ തന്നെ ഒഴുകി പോകുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ നോക്കാം. ഈ സൈഡിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ചൊരു ഷീറ്റിംഗ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കണ്ടില്ലേ, നമ്മളുടെ ഫ്ലക്സ് വാക്സിൻ്റെ സൈഡിൽ വെള്ളം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. കണ്ടില്ലേ, സീൽ ആൻഡ് ഷൈൻ മോശമാണെന്നല്ല, സീൽ ആൻഡ് ഷൈനിനെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ഫ്ലക്സ് വാക്സ് അടിച്ച ഭാഗത്ത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വെള്ളം ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റേ സൈഡിൽ കുറച്ചും കൂടെ സ്ലോ ആണ്. ഈ സൈഡ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴുകി പോയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കെമിക്കൽ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 10 times വാഷിംഗ് ആണ്. 10 തവണ നമ്മൾ ഈ ബോണറ്റ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളുടെ ഈ ഒരു വാഷിങ്ങിൽ ഫെയിൽ ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഫെയിൽ ആവുകയാണെങ്കിൽ എത്രാമത്തെ വാഷിലാണ് അത് ഫെയിൽ ആവുന്നത് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഐ സീൽ ആൻഡ് ഷൈൻ ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച സമയത്ത് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി എത്ര കാലം ഉണ്ടാവും, നമ്മൾ ഈ ചെയ്തു വെച്ചത് എത്ര ദിവസം കിട്ടും എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് ഈ ടെസ്റ്റ് വഴി ഏകദേശം നമുക്ക് എത്ര കാലം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ഒരുപാട് പേര് നമ്മളുടെ വീഡിയോയുടെ താഴേക്ക് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത് ഓയിൽ പോലുള്ള എന്തോ സാധനമാണ്, ചുമ്മാ ഒരു തവണ കഴുകി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെയുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണിക്കുന്നത് തന്നെ. നിങ്ങളിലേക്ക് ഈ വീഡിയോസൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയവും എഫേർട്ടും നമുക്ക് ഇതിന് മേലെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതേപോലെ നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്ന, അതായത് കാർ ഡീറ്റെയിലിങ്ങിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വേവെക്സിൻ്റെ ഗ്രീൻ കളറിലുള്ള ഷാമ്പു ആണ്, pH ന്യൂട്രൽ ആയിട്ടുള്ള ഷാമ്പു ആണ്. അതിനകത്ത് അഡിറ്റീവ്സോ നമ്മളുടെ വാക്സോ പോളിമേഴ്സോ ഒന്നും ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഷാമ്പു അല്ല, നോർമൽ ഷാമ്പു ആണ്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലിങ്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 10 തവണ വാഷിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 2 പ്രൊഡക്റ്റും കട്ടൊക്കെ തന്നെ നിന്നിരിക്കുകയാണ്. 2 പ്രൊഡക്റ്റിനും ഒരു രീതിയിലുള്ള ഫെയിലറും കാണിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട്. നമ്മുടെ നോർമൽ വാഷിങ്ങിൽ മിനിമം 10 വാഷെങ്കിലും നമ്മളുടെ ഈ 2 പ്രൊഡക്റ്റും വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഇനി ആ ഒരു കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അടുത്തായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫെയിലാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ആയിട്ടുള്ള അയൺ റിമൂവർ, വീൽ ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫെയിലാക്കാൻ പറ്റുമോ, ഏതാണ് ആദ്യം ഫെയിലാവുന്നത് ഏതാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അയൺ റിമൂവർ സ്പ്രേ ചെയ്തിട്ടിരിക്കുകയാണ്. അയൺ റിമൂവർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഹാർഷായിട്ടുള്ള കെമിക്കൽ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്കിത് ഫെയിൽ ആവുന്നുണ്ടോ, നമ്മളുടെ അയൺ റിമൂവർ ഫെയിൽ ആവുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് നോക്കാമെന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ട് അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. നമുക്കത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ അയൺ റിമൂവർ അടിച്ച് കംപ്ലീറ്റ് മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. ഇനിയിപ്പോൾ അതൊന്ന് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇതിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഗ്രാഫീൻ ഫ്ലക്സ് വാക്സ് അടിച്ചിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാട്ടർ ബീഡിങ്ങിന് അതുപോലെ തന്നെ വാട്ടർ ഷീറ്റിങ്ങിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നതായിട്ട് കാണുന്നില്ല. ഇനി നമുക്ക് നമ്മളുടെ ഐ സീൽ ആൻഡ് ഷൈൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് ഫെയിലിയർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളുടെ ഫ്ലക്സ് വാക്സിനെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ഐ സീൽ ആൻഡ് ഷൈൻ്റെ ഭാഗം ഫെയിലിയർ സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ നമ്മളുടെ ആ എൻഡിങ്ങിലേക്ക് ഓൾറെഡി ഫെയിൽ ആയിട്ടുണ്ട്. അവിടെ വാട്ടർ ബീഡിങ് ഇല്ല, വാട്ടർ ഷീറ്റിംഗ് തന്നെ വളരെ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫ്ലെക്സ് വാക്സിൻ്റെ വിന്നിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ നേരിട്ട് കണ്ടു നമ്മളുടെ ഐ സീലൈൻ ഷൈനിനെ അപേക്ഷിച്ച് നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സിന് നമ്മൾ പൈസ കൂടുതൽ കൊടുക്കുന്നതിന് കാര്യമുണ്ട് എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അയൺ റിമൂവറിൻ്റെ കെമിക്കൽ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സ് ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വീൽ ക്ലീനറും കൂടെ അടിച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണഗതിയിൽ ഇത്രയും ഹാഷായിട്ടുള്ള കെമിക്കലാണ് നമ്മളുടെ വീൽ ക്ലീനർ എന്ന് പറയുന്നത്. അതിനെ ഇത്തരത്തിലുള്ള ഈ കെമിക്കൽസിനൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. നമുക്ക് ഈ വീൽ ക്ലീനർ ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് വെള്ളം അടിച്ചതിന് ശേഷം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സിന് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ സീലൈൻ ഷൈൻ ഓൾറെഡി നേരത്തെ അയൺ റിമൂവർ ടെസ്റ്റിൽ തന്നെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഫ്ലെക്സ് വാക്സ് ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഐ സീലൈൻ ഷൈനും അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സും നമ്മളുടെ വീൽ ക്ലീനറിൻ്റെ മുകളിൽ വിനീതമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. രണ്ടും കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ടുണ്ട്. വാട്ടർ ബീഡിങ്ങും ഇല്ല, വാട്ടർ ഷീറ്റിങ്ങും ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുണ്ട് നമ്മളുടെ പാനൽ. ഈ വീൽ ക്ലീനർ ടെസ്റ്റിൽ എന്തായാലും ഫെയിൽ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ സെറാമിക് കോട്ടിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല നമ്മളുടെ ഈ വീൽ ക്ലീനറിൻ്റെ ടെസ്റ്റിന് മുകളിലൊന്നും. എന്തൊരു കോട്ടിങ് നമ്മളുടെ ബോഡിയുടെ മുകളിലുണ്ടെങ്കിലും അതെന്തായാലും ഈ ഒരു അത്രയും ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലാണത്. പക്ഷേ എന്തായാലും നമ്മുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സ് ആണ് നമ്മളിവിടെ ഇപ്പോൾ വിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു തവണയും കൂടെ ഇതിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടിങ് തന്നെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സ് ആണെങ്കിലും നമ്മുടെ ഐ സീലൈൻ ഷൈൻ ആണെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ വണ്ടി വാഷ് ചെയ്യുന്ന രീതിയിൽ വണ്ടി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് മിനിമം ഒരു 3 മാസമെങ്കിലും നമ്മൾ ഐ സീലൈൻ ഷൈൻ നമ്മൾ 3 മാസം മുതൽ ഒരു 6 മാസം വരെ നമ്മളുടെ ഗ്രാഫീൻ ഫ്ലെക്സ് വാക്സും നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു ഗ്യാരണ്ടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മറന്നു വരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു മലയാളം ചാനലിലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാർ ഡീറ്റെയിലിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയ ഇതേപോലെയുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.